ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ഒരു തക്കാളിയൊക്കെ ചേർത്ത ഒരു മീൻ കറിയുടെ റെസിപ്പി ഒന്ന് പരിചയപ്പെടാം. അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടാവണം. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇതൊരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതിനാണ് എപ്പോഴും ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടാവണം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. കടുക് ഓപ്ഷണലാണ്, വേണ്ടവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. കടുകൊക്കെ പൊട്ടി വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കുഞ്ഞുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് സവാളയ്ക്ക് പകരം ഈ കുഞ്ഞുള്ളി തന്നെ എടുത്താൽ മതി. എൻ്റെ ഇത്രയും കുഞ്ഞുള്ളി ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ബാക്കിയുള്ള ഞാൻ സവാള എടുത്തിട്ടുള്ളത്. സവാള എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ബാക്കിയൂടെ കുഞ്ഞുള്ളി എടുക്കാം. അപ്പോൾ നമ്മളുടെ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുഞ്ഞുള്ളി ഇത്രയും സാധനങ്ങൾ നമുക്ക് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് വാടി വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ വഴറ്റുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സവാളയൊക്കെ വഴണ്ട് കിട്ടും കേട്ടോ. ചേർത്ത ചേരുവകളെല്ലാം തന്നെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളിയാണ് എടുത്തു കൊടുത്തിട്ടുള്ളത്. അപ്പം അത് നമ്മളിത് ഇതുപോലെ ഒന്ന് ക്യൂബ്സായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കുഴമ്പ് പരുവത്തിലാവണം. ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ നല്ലതുപോലെ വഴറ്റിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് സാധാരണ മീൻകറിയൊക്കെ തയ്യാറാക്കുമ്പോൾ ചേർക്കുന്ന മുളക് പൊടിയാണ്. അപ്പം അവനവൻ്റെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 2-3 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയുടെ പൊടിയാണ്. അപ്പം ഇത് വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പം നമ്മൾ ചട്ടിയിൽ തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പം ഫ്ലെയിം എപ്പോഴും ലോയിൽ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പൊടികളുടെ പച്ചച്ചുവയൊക്കെ നന്നായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കറിക്കും പുളിക്കായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ കുടംപുളി തന്നെയാണ്. അപ്പോൾ അത് ഞാൻ ചെറു ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഈ ഒരു സമയത്ത് വെള്ളത്തോടുകൂടെ ഈ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് പോരായ്കയുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടതാണ്. നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് ഈ ഒരു ഗ്രേവി തിളപ്പിച്ച് കൊണ്ടുവരാം. ഈ ഗ്രേവിയിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തിളച്ചതിന് ശേഷം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നമ്മൾ ഈ മീൻ കറി തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ ഇത് നമ്മൾ സാധാരണ രീതിയിൽ മൺചട്ടിയിൽ വെച്ചതിന് ശേഷം പുറത്ത് വെക്കരുത്. കാരണം വെച്ചാൽ തക്കാളി ചേർത്തുകൊണ്ട് തന്നെ ഇത് കേടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പുളിയുടെ കാര്യം അതനുസരിച്ച് ബാലൻസ് ചെയ്തോണം. കാരണം വെച്ചാൽ നമ്മൾ തക്കാളി ചേർക്കുന്നുണ്ട്, അതിന് കുറച്ച് പുളിയുണ്ട്. കുടംപുളി ചേർക്കുന്നുണ്ട്, അതിനും പുളിയുണ്ട്. അപ്പം പുളി കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കിയെടുക്കാനും. നല്ലതുപോലെ നമുക്കൊന്ന് തിളപ്പിച്ച് കൊണ്ടുവരണം. അപ്പം ഇടയ്ക്ക് നമ്മളിതൊന്ന് ചട്ടി കറക്കി കൊടുക്കാൻ മറന്നു പോകരുത്. അപ്പം നമ്മൾ ഈ മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്പൂണൊന്നും ഇതിലേക്ക് യൂസ് ചെയ്യത്തില്ല കേട്ടോ. അവസാനമായിട്ട് ഇതിൻ്റെ മുകളിൽ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ അല്പം കൂടെ ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന തക്കാളി ഇട്ട ഒരു മീൻകറിയുടെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കാം. പിന്നെ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുതേ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.